സാത്താൻ ചെന്ന് ആദമിനോടല്ല പറഞ്ഞ, ഭാര്യയോടാ പറഞ്ഞത്. ഭാര്യ അത് പറിച്ചു തിന്നു. എന്നിട്ട് ആദമിന് കൊണ്ടുകൊടുത്തു, അവന് തിന്നു. അവരുടെ കണ്ണ് തുറന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പിശാച് ഇതെന്തുകൊണ്ട് ആദമിനോട് പറഞ്ഞില്ല? ആദം അത് ചെയ്യത്തില്ല. കാരണം ആദം ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ സ്നേഹിച്ചു. ഇവിടെ സ്വന്തം വിധിക്കാനുള്ള ചില കാര്യങ്ങളോട് ഇതിനകത്തുണ്ട്. ഇവിടെ ഹവ്വ കൊണ്ടുകൊടുത്തപ്പോൾ അവൻ ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് മേടിച്ച് അവന്റെ ഹൃദയം എവിടെ പറ്റിയിരുന്നു? ദൈവത്തെക്കാൾ ഉപരി ഭാര്യയിൽ പറ്റിയിരുന്നു, സ്ത്രീയിൽ പറ്റിയിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തെക്കാൾ ഉപരി ഇപ്പൊ ആരെയാ സ്നേഹിക്കുന്നത്? ഭാര്യയെ സ്നേഹിച്ചത് വഴി നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു അവന്റെ വാക്ക് നമ്മൾ അനുസരിച്ചു. പിശാച് ഒരിക്കലും ആദമിന് കൊടുത്ത ആദമിന് നോമയെ പറയത്തുള്ളൂ. എന്നാൽ ഭാര്യ ബലഹീന പാത്രവും അവളത് ഭക്ഷിക്കുകയും ചെയ്ത് ഭാര്യ കൊണ്ടുകൊടുത്തപ്പം ഭർത്താവ് നോ എന്ന് പറഞ്ഞില്ല. അപ്പൊ നോക്കിയേ, വഞ്ചന എന്നും പറയാം. എന്നാൽ എന്താണ് അതിന്റെ റൂട്ട് നോക്കിക്കേ. അപ്പോൾ ഇപ്പം സാത്താൻ വന്ന് നിങ്ങളുടെ മുമ്പ് എന്നിട്ട് ഒരു പഗ് മദ്യം ഒഴിച്ചാൽ സാത്താൻ അതേ രൂപത്തിൽ വരട്ടെ, നമ്മൾ കഴിക്കുമോ? കഴിക്കത്തില്ല. നമ്മൾ പോടാന്ന് പറയും, ഞാൻ കള്ളു കുടിക്കത്തില്ലെന്ന് പറയും. നിങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹിതം കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊടുത്തേ, അപ്പൊ തന്റെ ചിയേഴ്സൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ ദൈവത്തെക്കാൾ ഉപരി ആരെ സ്നേഹിച്ചു? ഈ മനുഷ്യനെ അല്ലെ ഈ വ്യക്തിയെ സ്നേഹിച്ചു. അപ്പൊ അതങ്ങോട്ട് കർത്താവ് എന്നേക്കാൾ ഉപരി ഒന്നിനെ നിങ്ങൾ സ്നേഹിക്കണം. എന്നുവെച്ചാൽ ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, കൂട്ടുകാരെ സ്നേഹിക്കണം. പക്ഷെ എന്നേക്കാൾ ഉപരി സ്നേഹിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളൊരു കൽപ്പന ഇട്ടപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ഉറ്റ സ്നേഹിതനോ ഭാര്യയോ പറഞ്ഞാൽ പോലും ആ വാക്കിനെ അനുസരിക്കലെന്ന, അല്ല അവരെ സ്നേഹിക്കലെന്നല്ല. ദൈവവചനത്തെക്കാൾ ഉപരി നമ്മൾ ഒന്നിനെ സ്നേഹിക്കരുത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. വിശ്വാസ സ്നാനം, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഇതിവിടെയുള്ള പല കത്തോലിക്കർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ ഉപദേശത്തിന് പോലെ സ്നാനം വെക്കല്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയെ സത്യമെന്ന് അറിയാമെങ്കിലും അവരെന്താണ്, ദൈവത്തെക്കാൾ ഉപരി ഇവനെ സ്നേഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നു. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് സത്യം അറിഞ്ഞിട്ട് അവർ ഈ മാനുഷിക ഉപദേശത്തിന് കീഴ്പ്പെട്ടു പോകുന്നത്. അപ്പൊ മരിച്ചതിന് ശേഷം നമുക്ക് ഈ അച്ഛനും ഇല്ല, തിരുമേനും ഇല്ല, കൂട്ടുകാരും ഇല്ല, യേശുക്രിസ്തുവിന് മുമ്പിലാണ് കണക്ക് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ കൂട്ടുകാരോട് ചേർന്ന് കള്ളു കുടിക്കാം, കൂട്ടുകാരോട് ചേർന്ന് അവരുടെ പെരുന്നാളിന് പോകാം, സഞ്ചയനത്തിന് പോകാം, അടിയത്തിന് പോകാം, എല്ലാം പോകാം, ഓക്കെ. പക്ഷെ മരിച്ചതിന് ശേഷം ഇവരാരും നമ്മുടെ കൂടെ, ഇവരെല്ലാം നമ്മളെ വഞ്ചിക്കാനായിട്ട് സാത്താൻ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. മരിച്ചതിന് ശേഷം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത സകല തെറ്റിന്റെ ശിക്ഷാവിധി അവിടെ കാത്തിരിക്കുക. അന്ന് അച്ഛൻ വന്ന് പറയുമോ? നമ്മൾ പറയാ, അച്ഛാ കർത്താവെ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞായിരുന്നു സ്നാനം മേക്കല്ലെന്ന്. അച്ഛൻ പറഞ്ഞിട്ടില്ല, എന്നാ പിന്നെ മോൻ ഇങ്ങോട്ട് കയറാൻ പറയുമോ? അവിടെ നിയമത്തിന് മാറ്റം വരുമോ?